ഹായ് ഹലോ, ഇന്ന് റിസപ്ഷന് പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഞാനിന്ന് പോകുന്നത് എൻ്റെ കസിൻ്റെ മോൻ്റെ റിസപ്ഷന് പങ്കെടുക്കാനായിട്ടാണ്. നിങ്ങൾ നേരെ കാണുന്നത് ഞാൻ കുട്ടിക്കാലത്ത് താമസിച്ചിരുന്ന വീടാണ്. എൻ്റെ തറവാട്ടിൻ്റെ അടുത്തായിരുന്നു അത്. അന്ന് തറവാട്ടിൽ വലിയച്ഛനും വലിയമ്മയും ഫാമിലി ആയിരുന്നു താമസിച്ചിരുന്നത്. വലിയച്ഛനും വലിയമ്മയും ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. അവർക്ക് 3 ആൺമക്കളും ഒരു മോളുമായിരുന്നു. മൂത്ത ഏട്ടൻ്റെ മോളാണ് ശ്രുതി. ഇതിൻ്റെ വലിയ ഏടത്തിയമ്മ ഷീലേച്ചി. വരനും വധുവും ഇപ്പം എത്തും. അവരെ സ്വീകരിക്കാനാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ പ്രതീക്ഷേട്ടൻ, എൻ്റെ കസിനാണ്. കസിൻ്റെ വീടാണ് കേട്ടോ ഇത്. ഇവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. ഇവരുടെ മോനാണ് അക്ഷയ്. ഇത് നമ്മുടെ ആമിക്കുട്ടിയാണ്, മോളുടെ മോളാണ്. ഇത് രണ്ടാമത്തെ ഏട്ടൻ പ്രദീപേട്ടൻ. അക്ഷയിൻ്റെയും അപർണയുടെയും വിവാഹം ഗുരുവായൂർ വെച്ചായിരുന്നു. അപ്പോൾ കുറച്ച് ആളുകളെ അങ്ങോട്ട് പോയിട്ടുള്ളൂ. അന്ന് തന്നെ വൈകുന്നേരം റിസപ്ഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ വെയിറ്റ് ചെയ്തു. നമ്മുടെ ആമിക്കുട്ടി യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ എല്ലാവർക്കുമായി അവരെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽപ്പാണ് എല്ലാവരും. അപ്പോഴേക്കിത് നമ്മുടെ വരനും വധുവും എത്തിയിട്ടുണ്ട്, അക്ഷയ് ആൻഡ് അപർണ. ഗുരുവായൂർ വെച്ച് കല്യാണം കഴിഞ്ഞ് അവർ നേരെ വീട്ടിലേക്ക് വന്ന് കയറുകയാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഏട്ടൻ്റെ മരുമകനാണ് ജിത്തു. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാവും സ്വീകരിക്കുന്നത്. നമ്മുടെ കോഴിക്കോട് ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ടാണ് സ്വീകരിക്കുന്നത്. അതുകൂടാതെ പെണ്ണിൻ്റെ കയ്യിലേക്ക് വിളക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരതും കൊണ്ട് വലതുകാല് വെച്ച് അകത്തേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അടുത്ത ചടങ്ങ് മധുരം കൊടുക്കലാണ്. ഇപ്പം ഏട്ടൻ്റെ വൈഫ് സിന്ധേച്ചിയാണ് പായസം അവർക്ക് മധുരമായിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പഴം കൊടുക്കലാണ്. അത് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് വരൻ്റെ സിസ്റ്ററാണ് നമിത. നമിതൻ്റെ വളകാപ്പ് വീഡിയോ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഈ റിലേറ്റഡ് വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അന്നത്തെ ബേബിയാണ് കേട്ടോ നമ്മുടെ ഈ നവമി, ആമി എന്ന് വിളിക്കുന്ന നവമി. എന്നാൽ പിന്നെ ഒരു ഫോട്ടോ കൂടി എടുത്തേക്കാന്ന് വിചാരിച്ചു. നമിതൻ്റെ അടുത്ത് നിൽക്കുന്നത് വലിയ അടുത്തേമാ ഷീലേച്ചി, പിന്നെ വരൻ്റെ അമ്മ സിന്ധേച്ചി, പിന്നെ സെക്കൻഡ് കസിൻ്റെ വൈഫ് റീനേച്ചി, പിന്നെ ഞാനും ശ്രുതിയും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി സദ്യ കഴിക്കാനായിട്ട് വീടിൻ്റെ തൊട്ടടുത്തുള്ള ഡ്രീംസ് ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുകയാണ്. സദ്യ വിളമ്പാനായിട്ട് വന്നിട്ടുള്ളത് ഏട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരുമാണ് കേട്ടോ. അവരൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. ഇനിയും കുറേ സദ്യയുടെ ഐറ്റംസ് ഞങ്ങൾക്ക് എത്താനായിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് സൈഡിലേക്ക് ഇരുന്നുകൊണ്ട് ഒക്കെ ലേറ്റായിട്ടാണ് ഞങ്ങൾക്ക് എത്തിയത്. ഇതേ ഓഡിറ്റോറിയത്തിൽ മുകളിലായിട്ട് നമ്മുടെ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ അനിയൻ ശശിപ്പാപ്പനും ഇളയമ്മയും. അങ്ങനെ റിസപ്ഷന് വരുന്നവരെയൊക്കെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും റെഡി ആയിരിക്കുകയാണ്. ഇത് ഋത്തിക്കാണ്, എൻ്റെ രണ്ടാമത്തെ കസിൻ്റെ മോളാണ്. നമ്മുടെ ഗ്രൂം ആൻഡ് ബ്രൈഡ് റിസപ്ഷനുള്ള ലുക്കിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ലുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പറയാതിരിക്കാൻ വയ്യ, ദേ ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. നിങ്ങളിപ്പോൾ കാണുന്നതാണ് പ്രസന്നേട്ടൻ, എൻ്റെ വലിയച്ഛൻ്റെ മൂത്ത മോനാണ്. എൻ്റെ വലിയച്ഛൻ്റെ മോളാണ് രുക്മിണിയേച്ചി. ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ കാരണം റിസപ്ഷനിൽ എത്താനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സും അവരുടെ മകൻ്റെ നിതിൻ്റെ വൈഫും മോനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കിതാ പ്രതിവേട്ടൻ എത്തിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് നീതുവാണ്, മണിയേച്ചിയുടെ മോളാണ്, അവളുടെ ഫാമിലിയാണ്. ഇവര് ഷീലച്ചിയുടെ സിസ്റ്റർ ഇൻ ലോയാണ്. നമ്മുടെ ആമിക്ക് ഉറക്കമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, എന്നാലും ആള് പിടിച്ച് നിൽക്കുകയാണ്. ഇനി ആമിയുടെ ഫോട്ടോഷൂട്ടാണ്.
കുട്ടിക്കാലത്ത് ഞാൻ താമസിച്ചിരുന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ള നെയ്ബേഴ്സാണ് ഇവരൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മളൊക്കെ പിന്നീട് കാണുന്നത്. അതിൻ്റെ സന്തോഷമാട്ടോ എൻ്റെ മുഖത്ത്. അങ്ങനെ ഇറങ്ങാനായി നിൽക്കുമ്പോഴാണ് എൻ്റെ വേറൊരു കസിൻ മണിയേച്ചീനെ കണ്ടത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മെല്ലെ ഇറങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് വേറൊരു കസിൻ്റെ വൈഫ് സിജിയേച്ചിയും മോൻ അഭിരാമിനെയും കണ്ടത്. അങ്ങനെ പ്രതീക്ഷയോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. കല്യാണത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ചെറിയൊരു പരിക്ക് പറ്റിയതുകൊണ്ടാണ് കേട്ടോ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് നെറ്റിയിൽ. അങ്ങനെ പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി തറവാട് വീട്ടിലൊന്ന് പോയി. ഒരുപാട് ഓർമ്മകളുള്ള വീടാണ് കേട്ടോ. വലിയച്ഛനും വലിയമ്മയൊക്കെയുള്ള സമയത്ത് അവിടെ തറകളൊക്കെ ഉണ്ടായിരുന്നു. ആ തറയിലൊക്കെ വിളക്ക് വെക്കാനായിട്ട് ഞാൻ വലിയമ്മൻ്റെ കൂടെ ഒരുപാട് പോയിട്ടുണ്ട്. ആദ്യം എൻ്റെ കുട്ടിക്കാലം തമിഴ്നാട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ വെക്കേഷൻ വരുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെയാണ് ഇവരെ വീട്ടിൽ ഒരു റൈറ്റ് സൈഡിലുള്ള റൂമിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത്. പിന്നീട് 80s ഞങ്ങൾ വീട് വേറെ എടുത്തിട്ടുള്ളത്. പിന്നീട് ഞങ്ങൾ ആ വീട്ടിലാണ് നിന്നിരുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങോട്ട് വരവും പോക്കനെ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.